ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന അൽനൈനിലാണ്. ഏതാണ്ട് 28 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്ത് നിന്നും ഒരു ജോലി എന്ന സ്വപ്നവുമായി പ്രവാസ ജീവിതം ആരംഭിച്ച യൂസുഫ് മുഹമ്മദ് AK ആണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ വിജയകഥയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. തിരുവനന്തപുരത്തെ കണിയാപുരം എന്ന പ്രദേശം ഒരു ഗ്രാമമാണ്. അതെ, ഇന്നതെല്ലാം മാറി വളരെയധികം ഡെവലപ്പ് ചെയ്ത് ഗ്രാമത്തിൻ്റെ മുഖം മാറി നഗരമായി മാറിക്കൊണ്ടിരിക്കും. വികസനം വളരെ ഫാസ്റ്റായിരുന്നു. അവിടെ നിന്നാണ് ഗൾഫിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. 28 വർഷങ്ങൾക്ക് മുമ്പ്. അതെ, ആദ്യമായി വരുന്ന ഒരു ജോലി അന്വേഷിച്ച് തന്നെയാണ്. അതെ, ആദ്യമായി വന്ന ഒരു ജോലി അന്വേഷിച്ച് തന്നെയാണ്. എങ്ങനെയായിരുന്നു ആ യാത്ര? കാര്യം പ്രീ ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ നമ്മളെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളാക്കി എന്ന് വേണം പറയാൻ. ഏതൊരു പ്രവാസിയെ പോലെ അതേപോലെ തന്നെ. കാരണം നമുക്ക് മുമ്പ് വന്നിട്ടുള്ളവരുടെ ആ ഇത് മനസ്സിൽ നമുക്കുണ്ട്. പലരും വന്ന് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാവരും ജീവിക്കുന്നുണ്ട് നല്ല നിലയിൽ. പക്ഷെ നമുക്കും അതേപോലെ തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം അതായിരുന്നു ഗൾഫിലേക്ക് വരാനുള്ള പ്രധാന കാരണം. അതെ, കണിയാപുരം എന്ന ആ കൊച്ചു ഗ്രാമം, അവിടെ ആയിരുന്നു ബാല്യകാലം. ഏത് സ്കൂളിലാണ് പഠിച്ചത്? മുസ്ലിം ഹൈസ്കൂൾ കണിയാപുരത്ത്. പ്രീ ഡിഗ്രിക്ക് ഗവൺമെൻറ് ആർട്സ് കോളേജ് ട്രിവാൻഡ്രം. ഉപ്പാക്ക് എന്ത് ജോലി? ഉപ്പ ഒരു ബിസിനസ്സുകാരനായിരുന്നു, പക്ഷെ കർഷകനും കൂടിയാണ്. പേര്? മുഹമ്മദ് അബ്ദുൽ ഖാദർ. അതെ, വരതന്നൂർ പാങ്ങോട്, കല്ലറ പാങ്ങോട് അവിടെയായിരുന്നു. എൻ്റെ ബാല്യകാലം കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ 6ാമത്തെ മകനാണ്. വലിയൊരു കുടുംബമാണ്. വലിയൊരു കുടുംബമാണ്. എനിക്ക് ശേഷം പിന്നെയും 3 പേരുണ്ട്. അങ്ങനെ 9 പേരാണ് ഞങ്ങൾ. ഒരു ബിസിനസ് എന്നുള്ള ലൈനിലേക്ക് നമുക്ക് വന്നത് ഒരു പക്ഷേ ഉപ്പ ചെറുപ്പകാലത്ത് നടത്തിയ ബിസിനസ് കണ്ടും കേട്ടും തന്നെയാണ് വളർന്നത്. ഒരുപാട് സ്വാധീനം. അതെ, പക്ഷെ നമുക്ക് വരുമ്പോൾ ഇവിടെ യാതൊന്നും ഇല്ലല്ലോ. നമ്മൾ ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ വരുന്ന സമയത്ത് 500 ദിർഹം മുതൽ ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയതാണ്. ആദ്യത്തെ ജോലി എന്താ? ആദ്യം സ്പെയർ പാർട്സ് വിൽപ്പന, അത് കഴിഞ്ഞ് ബിൽഡിംഗ് മെറ്റീരിയൽസ് മേഖലയിൽ കുറച്ച് നാൾ. അന്നത്തെ 500 ദിർഹംസ് ഇന്ത്യൻ റുപ്പീസ് എത്ര? 240 ദിർഹംസ് ആണ് 1000 രൂപയ്ക്ക്. അതെ, 2000 രൂപ കഷ്ടിച്ചുണ്ടാവും. അങ്ങനെ ഒരു 5 വർഷം വരെ ആ ഫീൽഡിൽ ജോലി ചെയ്തു. അത് ഇന്ന ജോലിയൊന്നുമില്ല, ഏത് ജോലിയും കിട്ടിയാൽ ചെയ്യും. അന്ന് ഇന്നത്തെ പോലെ ഒരു ഫേമിൽ തന്നെ ജോലി ചെയ്യണമെന്നില്ല. ജോലി ചെയ്ത് അങ്ങനെ 9 വർഷം കഴിഞ്ഞാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. കാരണം നമ്മുടെ കുടുംബ ബാധ്യത തുടക്കം വന്നിട്ട് 9 വർഷം ഇവിടെ ആരെയും കാണാതെ. ഇല്ല. അത് പക്ഷേ നമ്മളെ സമ്പാദിച്ച എല്ലാ പൈസയും നാട്ടിൽ തന്നെയാണ് അയച്ചത്. നമ്മളെ സഹോദരങ്ങളുടെ വിവാഹം കഴിപ്പിച്ചു. അവരെല്ലാം നല്ല നിലയിലായി. അതിനുശേഷം പോയിട്ടാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ആ 9 വർഷം കഴിഞ്ഞ് ആദ്യമായിട്ട് ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ എന്തായിരുന്നു ആ മനസ്സ്? അതൊരു അനുഭവം തന്നെയാണ്. അതൊന്നും പറയാം. കാരണം നമ്മൾ 2ാം ജന്മം എടുക്കില്ലേ, അതുപോലെ തന്നെയാണ് അത്. നമ്മളെ തിരിച്ചറിയാത്ത ഒത്തിരി പേര് അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞു കുറച്ച് നാൾ നാട്ടിൽ നിന്നു, 6 മാസം നിന്നു. പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് എന്തെങ്കിലും ഒന്നാവണം മനസ്സിലാഗ്രഹം. ഇത്രയും നാൾ നമ്മൾ അധ്വാനിച്ചു. ഈ വെക്കേഷൻ പോയപ്പോൾ തന്നെ വിവാഹം കഴിച്ചു? അതെ, ആദ്യത്തെ വെക്കേഷനിൽ വിവാഹം കഴിച്ചു. എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? എൻ്റെ വീടിനടുത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ചിറ്റാറ്റുമുക്കിൽ. കുട്ടികൾ 3 പേര്. മൂത്ത ആള് ഹംദ, 2ാമത്തെ ആള് ദിയാബ്, 3ാമത്തെ ആള് മേസ. ബിസിനസ് എന്നുള്ള ഒരു ചിന്ത വരാൻ കാരണം വിവാഹം കഴിച്ചതോടുകൂടിയാണ്. ഉത്തരവാദിത്തങ്ങൾ കുറച്ചും കൂടെ കൂടി എന്ന ബോധം വരുമ്പോഴാണ്. അത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഉത്തരവാദിത്തമാണ് ബിസിനസ് അല്ല. ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിൽ ബിസിനസ്സുകാരനായിട്ട് തന്നെ തീരും. അതെ, അത് ബിസിനസ് മൈൻഡ് വേണം. ഒരു ബിസിനസ്സിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ചലഞ്ച് തന്നെയാണ്. തീർച്ചയായിട്ടും. 6 മാസക്കാലം
ഞാൻ വന്നിട്ട് അപ്പോൾ ഈ തിരിച്ചു വന്ന 6 മാസം കഴിഞ്ഞാണ് ബിസിനസ്? അല്ല, ഞാൻ ഈ 96 വിവാഹം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇവിടെ വന്നിട്ട് എൻ്റെ ഫാമിലി 2 വർഷം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു 4 വർഷം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോയി. അപ്പോഴും എംപ്ലോയി ആയിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമെന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഞാൻ തിരിച്ചു, എൻ്റെ വൈഫിനെയും കൂട്ടി തന്നെയാണ് വന്നത്. കയ്യിൽ യാതൊന്നുമില്ല, 2000 ദിർഹം കയ്യിൽ വെച്ചുകൊണ്ട് ഇവിടേക്ക് വന്നു. പിന്നെ തുടങ്ങണമെന്ന് തോന്നി. 5-6 മാസം അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, പിന്നെ തുടങ്ങാനുള്ള അവസരം കിട്ടി. അത് തുടങ്ങി. നമ്മുടെ ഇവിടുത്തെ സ്പോൺസറുടെ നല്ല മനസ്സ്, അതായിരുന്നു ഫ്യൂച്ചർ. അത് അവിടെ മുതലാണ് തുടക്കം. ഫ്യൂച്ചർ അതെ എന്ന പേര് നൽകിയതും ഫ്യൂച്ചർ ഹോപ്സ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു ഹോപ്സ്, ആഗ്രഹം, ആ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയായിരുന്നു നമ്മുടെ കമ്പനിക്കും പേര് നൽകിയത്. അതെ അതെ. എല്ലാ അലുമിനിയമാണ്, ഗ്ലാസിന്റെ വർക്കാണ്. പിന്നെ അതേപോലെ ഫാബ്രിക്കേഷൻ ഉണ്ട്. 90-ലധികം ജോലിക്കാരുണ്ട്. എത്ര എംപ്ലോയീസ് ആയിരുന്നു തുടക്കം? 2 എംപ്ലോയീസും ഞാനും 3 പേരായിരുന്നു. മലയാളികളാണ്. അങ്ങനെ പിന്നെ പുറത്തുനിന്നൊക്കെ സബ് കോൺട്രാക്ടിന് ആൾക്കാരെ എടുത്തു. 5 ആയി, 10 ആയി, 15 ആയി, പിന്നെ 100 വരെ എത്തിച്ചു. കോൺട്രാക്ട് വർക്കാണ് കൂടുതലും. സ്ട്രക്ചർ വർക്കുണ്ട്, ഗ്ലാസ് സ്ട്രക്ചർ ഉണ്ട്. അതെ, ഗ്ലാസ് ഇതുണ്ട്, ഫാബ്രിക്കേഷൻ, പിന്നെ ഫ്രെയിംലെസ്സിന്റെ അത്രയും ക്വാളിറ്റി. ഒരുപാട് കോൺട്രാക്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചർ ഹോപ്സ്. അതെ, ശരി. ഒരു പക്ഷേ ഈ അലൈൻ്റെ ആയിരുന്നാലും അബുദാബി UAE-യിലും ഒമാനിലും ചെയ്തിട്ടുണ്ട്. അതെ, ഒമാനിലെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ടൈം ബോണ്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഒരു കോൺട്രാക്ട് വർക്ക് സൈൻ ചെയ്യുമ്പോൾ തീർച്ചയായും ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മളിലെ ഗുഡ് വില്ലിലേക്ക് നമ്മൾ വരുന്നത്. അതെ, അത് തീർച്ചയായും. അത് നമ്മൾ ചെയ്യാനുള്ള നമ്മൾ കൊടുത്ത വാക്ക് പാലിക്കുക. അത് നഷ്ടമോ ലാഭമോ അതിൽ നോക്കരുത്. ഒരു വർക്കിൽ നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാലും മറ്റൊരു വർക്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതേ കമ്പനിയുടെ മറ്റു വർക്കുകളിൽ നമുക്ക് ലാഭം കിട്ടും. നമ്മൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞ പ്രോമിസ്, ആ എഗ്രിമെൻ്റ് ടൈമിനകത്ത് തീർക്കുക. രണ്ടാമതും ലെസ് മെയിൻ്റനൻസ്, 0 മെയിൻ്റനൻസ്. അതാണ് നമ്മുടെ ഇത്. ബെറ്റർ സർവീസ്, ബെറ്റർ ക്വാളിറ്റി. ഇവിടെ ഒരു മാൻ പവർ എന്ന് പറയുന്നത് വളരെ പ്രധാനം തന്നെ. അതെ. അപ്പോൾ ഈ മാൻ പവർ എന്ന് പറയുന്നത് സ്കിൽഡ് എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അവർ അത്രത്തോളം നമുക്ക് അത് സ്കിൽഡ് ആക്കി അവരെ മാറ്റിയെടുക്കണം. അത് എത്രത്തോളം അതിന് സാധിച്ചു? അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഈ കമ്പനി. അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. കാരണം ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള 2-3 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അൺസ്കിൽഡ് ലേബേഴ്സാണ്. അവരെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് ആദ്യം ഒരു ടീമാക്കി. ആദ്യം 2001 ഒരു ടീമാക്കി. പിന്നെ കൊണ്ടുവരുന്നത് അവരുടെ അണ്ടറിൽ എക്സ്പീരിയൻസ് ആക്കി എടുത്തു. കാരണം എല്ലാ മേഖലയിലും എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ മേഖലയിലും, അലുമിനിയത്തിൻ്റെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യത. അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും വേറെടുത്ത് ചെന്ന് കഴിഞ്ഞാലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ജോലി കണ്ടുപിടിച്ചാലും അവിടെ ചെയ്യാനുള്ള ഒരു അവസരം നമ്മളെ കമ്പനിയിലുണ്ട്. എത്രത്തോളം താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ മാതാപിതാക്കൾ സ്വാധീനിച്ചിട്ടുണ്ട്? വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ആ ജീവിത രീതി നമ്മൾ കണ്ടു വളർന്നവരാണ്. ഇന്നും എൻ്റെ മദർ ഇപ്പോഴും 78-80 വയസ്സായി, ഇപ്പോഴും ഹജ്ജൊക്കെ ചെയ്തു. ഇപ്പോഴും നല്ല രീതിയിൽ അവർ ഇന്നും ആരെയും ഒരാളെ കുറ്റവും കുറവോ പറയാതെ മക്കളെ കാര്യങ്ങളോ നാട്ടുകാരുടെ കാര്യങ്ങളോ എന്തായിരുന്നാലും നല്ല രീതിയിൽ ഒരു മറുപടി അവരെ നിന്ന് കേൾക്കാം. അതേസമയം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അവർ 80 വർഷം കഴിഞ്ഞിട്ടും മക്കൾ ഇത്രയും നല്ല നിലയിലെത്തി. അതിൽ വളരെയേറെ അവർ സന്തോഷിക്കുന്നുണ്ട്. വാപ്പ മരണപ്പെട്ടു, 25 വർഷമായി. ഗൾഫിലേക്ക് വന്ന് 2 വർഷം കഴിഞ്ഞിട്ട് കാണാൻ സാധിച്ചില്ല. പക്ഷെ ഉമ്മാക്ക് എല്ലാം നേടിക്കൊടുക്കാൻ സാധിച്ചു. അതെ. പക്ഷേ 100% നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാനില്ല. പക്ഷെ നമ്മളമ്മമാരെ നമ്മൾ നോക്കും പോലെ ലോകത്ത് വേറെ ആരെയും നോക്കാൻ പാടില്ല. അത്രയ്ക്ക് നല്ല രീതിയിലാണ് നമ്മൾ ഉമ്മയെ നോക്കാനുള്ളത്. ഇന്നും ഞാനാണ് എൻ്റെ ഉമ്മാരെ എല്ലാ കാര്യങ്ങളും. അവർക്ക് 6 മക്കൾ
വേറെ ഉണ്ട്. മൊത്തം നമ്മൾ 9 പേരിൽ ആദ്യം പാപ്പ വേറൊരു വിവാഹം കഴിച്ചതിലാണ് 3 കുട്ടികൾ, പിന്നെ 6 പേരാണുള്ളത്. ഈ 6 പേരിൽ ഞാൻ തന്നെയാണ് ഈ 6 പേരെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ തന്നെയാണ് മുൻപന്തി. വളരെ സന്തോഷത്തോടെ കാര്യമായിരുന്നാലും എല്ലാവരുടെ കാര്യമായിരുന്നു. അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് പടച്ച തമ്പുരാൻ ഒരു സൗഭാഗ്യം തന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും. ഈ ഒരു ഫ്യൂച്ചർ ഹോപ്സ് അല്ലാതെ വേറെ റെൻഡേക്കാറുണ്ട്. അതെ, ഫ്യൂച്ചർ ടെക് എന്ന് പറഞ്ഞൊരു ഗ്ലാസ് പ്രോസസ്സിംഗ് പ്ലാന്റ് ഉണ്ട്. പിന്നെ അല്ലൻവർ റെൻഡേക്കാർ എന്ന് പറയുന്ന റെൻഡേക്കാറുണ്ട്, നല്ല നിലയിൽ പോകുന്നുണ്ട്. അത് അല്ലൈനിൽ തന്നെയാണ്. ഇതെല്ലാം ആദ്യം ഒമാനിലുണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ മോശമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അല്ലൈനിലേക്ക് തന്നെ വന്നു. അബുദാബിയിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അബുദാബിയിലെ പ്ലാന്റ് അല്ലൈനിലേക്ക് മാറ്റിയിട്ട് ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ ചെയ്തിട്ട് അബുദാബിയിലേക്ക് കൊണ്ടുവന്നു. അത് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ അല്ലൈനിലേക്ക് വന്നപ്പോൾ നമ്മൾ 4 സ്ഥലത്ത് നമ്മുടെ ഈ ഫാമിന്റെ സ്റ്റോറും പ്ലാന്റുകളും ഉണ്ട്. അപ്പൊ മിഷനറി ഒക്കെ ഇമ്പോർട്ടഡ് ആണ്, എല്ലാം ഇമ്പോർട്ടഡ്. ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഡെവലപ്ഡ് ആണ്. മിഷനറീസ് 2008 മെഷീനറീസ് ഒക്കെ ഫുൾ എക്യുപ്ഡ് ആയി ഗ്ലാസ് പ്രോസസ്സിംഗ്. പിന്നെ 2012 അല്ലൻവർ റെൻഡേക്കാർ തുടങ്ങുന്നത്, നല്ല നിലയിൽ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഉണ്ട്. ഈ ഒരു മെറ്റീരിയലൊക്കെ നമ്മൾ വാങ്ങുന്നത് ദുബായ് മാർക്കറ്റ്, അബുദാബി മാർക്കറ്റ്, ഷാർജ മാർക്കറ്റ്. നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ വരുത്തുന്നതാണ്. കാരണം ഇന്നത്തെ അവസ്ഥയിൽ ഇമ്പോർട്ടിങ്ങിന് നല്ല ചിലവാണ്, കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതെ. അതുകൊണ്ട് നമ്മൾ ലോക്കൽ മാർക്കറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ലോക്കൽ മാർക്കറ്റ്. കാര്യം ഇതെല്ലാം ലോക്കൽ മാർക്കറ്റ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ അലുമിനിയം പ്രൊഫൈലുകൾ, ഗ്ലാസ്, ക്ലിയർ ഗ്ലാസ്, അതൊക്കെ ഇവിടുത്തെ കമ്പനികളിലാണ്. ഇതിലൊരു ഡിസൈനിങ് പാർട്ടുണ്ട്, നമുക്കതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ ഓർഡർലി കൊണ്ടുവരുന്നത്? അത് കൊണ്ടുവരും. ഇവിടുത്തെ പല ഡിസൈനുകളുണ്ട്. അതിൻ്റെ വിങ് തന്നെ ഉണ്ട്. അതിനൊരു വിങ് ഉണ്ട്. അത് ഡിസൈൻ ചെയ്യുന്നതിന് ഒരു പ്രത്യേക വിങ് തന്നെ ഉണ്ട്. അതിൽ സ്റ്റെയിൻഡ് ഗ്ലാസ് ഉണ്ട്, അതിൽ സാൻഡ് ബ്ലാസ്റ്റിംഗ് ഡിസൈൻസ് ഉണ്ട്. പിന്നെ ഈ നമ്മുടെ പള്ളികളിലെ ഇത് മൊറോക്കൻ ഡിസൈൻസ്, ഇതെല്ലാം നമ്മൾ സാൻഡ് ബ്ലാസ്റ്റിലും സ്റ്റെയിൻ ഗ്ലാസിലും ചെയ്തു കൊടുക്കും. ഒരു മുൻ പരിചയമില്ലാത്ത ബിസിനസ്സിൽ കാലെടുത്ത് വെച്ച് അതിനെ 100% സക്സസ് ആക്കുവാൻ താങ്കൾക്ക് എങ്ങനെ സാധിച്ചു? കോൺഫിഡൻസ്, മനസ്സിൻ്റെ, അതായത് ആത്മവിശ്വാസം. ഞാൻ ഒന്നും ഇല്ലാതെയാണ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. പിന്നെ സർവശക്തൻ്റെ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 1-2 വർക്കുകൾ കിട്ടി, അത് ചെയ്തു, അത് നല്ല വിജയിച്ച് ആ കസ്റ്റമർ നമ്മൾ ഇന്നും അവർ ഞങ്ങളുടെ കസ്റ്റമർ തന്നെയാണ്, ഞങ്ങളുടെ വാല്യൂഡ് കസ്റ്റമറാണ്. 15 വർഷക്കാലമായി ഇന്നും ആ കസ്റ്റമർ അതേപോലെ തന്നെയാണ് എല്ലാ കസ്റ്റമറെയും നിലനിർത്തുന്നത്. ആദ്യമായിട്ട് ഗൾഫിൽ വന്നു, 9 വർഷം ഉറ്റവരെയും ഉടയവരെയൊക്കെ പിരിഞ്ഞ് ഈ മരുഭൂമിയിൽ. പക്ഷെ അന്നൊന്നും കരുതിയിരുന്നു, കാരണം എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഇതുപോലൊരു വലിയൊരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയും, അങ്ങനെ ഒരു വിചാരമില്ലായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നു. ആഗ്രഹം മനസ്സിൽ. പക്ഷേ എവിടെ ചെന്നാലും ഏത് ജോലിയിൽ പ്രവേശിച്ചാലും ആ ജോലിയോടുള്ള ആത്മാർത്ഥത, ആ ജോലി സമയം നോക്കാതെ ചെയ്തു തീർക്കുക. 20 മണിക്കൂർ ജോലി കിട്ടും, പെരുന്നാളിന് വരെ ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്തിച്ചതാണ് ഇവിടെ ഈ കമ്പനി. അതെ, ആ ഒരു ജോലി, ആ ഒരു ആത്മാർത്ഥത തന്നെയാണ്. 90 പേര് ജോലി ചെയ്യുന്നു, അവിടെയല്ല പ്രസക്തി, 90 കുടുംബങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. നാട്ടിലും അത്രയും പേര് തന്നെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അത് കോൺട്രാക്ട് കൊടുത്തിട്ട് അത്രയും പേർക്ക് ജോലി കൊടുക്കുന്നു. എന്ത് തോന്നുന്നു ഇപ്പോൾ? വളരെ സന്തോഷമാണ്. നന്ദി ആരോടാണ്? നമുക്ക് ആദ്യം ദൈവത്തിനോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. നമ്മളിവിടെ എത്തിച്ചു, നല്ലൊരു ജീവിതം. പിന്നെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളൊപ്പം നിന്ന എൻ്റെ വൈഫ് ഷീബ, പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ ഉമ്മ, അവരെല്ലാവരും, സഹോദരങ്ങൾ എല്ലാ രീതിയിലും സഹായിച്ചു. എൻ്റെ സുഹൃത്തുക്കൾ, അവരെന്നും എനിക്കൊരു അസറ്റ് തന്നെയാണ്. ജീവിതം ഒരു വലിയൊരു യാത്രയാണ്. അതെ, ഈ യാത്ര സഫലമായിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനിയും ഒരുപാട്. അതെ, നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ആരോഗ്യസ്ഥിതിയും നശിക്കുന്നിടത്തോളം കാലം നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ തന്നെ അതിന് പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഇങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾക്ക് അനുവദിച്ചത്. അസ്സലാമു അലൈക്കും.